Good morning to everyone. I'm wishing you a peaceful and wonderful Christmas day. ഇന്ന് നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ നോക്കിയാലോ? നോക്കാം. ക്രിസ്മസ് എന്ന് പറയുന്ന വേർഡിന് മുന്നേ എറ്റാണ് ഉപയോഗിക്കാറ് അതോ ഓണാണോ? എറ്റ് ക്രിസ്മസ് എന്നാണ് പറയേണ്ടത് അതോ ഓൺ ക്രിസ്മസ്? ഏതാണ് പറയേണ്ടത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? അറ്റ് ക്രിസ്മസ് ആണോ അത് ഓൺ ക്രിസ്മസ് ആണോ? ഒന്ന് നോക്കാം അല്ലേ? ഓക്കെ. അറ്റ് ക്രിസ്മസ് എന്ന് പറയാം, അതുപോലെ തന്നെ ഓൺ ക്രിസ്മസ് എന്ന് പറയാം. അത് എങ്ങനെ നോക്കിയാലോ? എങ്ങനെ നോക്കാം, എന്താണ് വ്യത്യാസം നോക്കാം. ഒന്നാമതാണ് അറ്റ് ക്രിസ്മസ്, ടോക്കിംഗ് അബൌട്ട് ദ ക്രിസ്മസ് പീരീഡ് ഓർ സീസൺ. എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ആ ഒരു കംപ്ലീറ്റ് സീസൺ, എന്താണ് ക്രിസ്മസിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ആ ഒരു കംപ്ലീറ്റ് സീസണിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കേണ്ടത്, അല്ലേ? അറ്റ് ഉപയോഗിക്കേണ്ടത് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡിങ്. നമുക്ക് നോക്കാം, ഉദാഹരണം നോക്കാം ഏതൊക്കെയാണ്. We always visit our relatives at Christmas. ഞങ്ങൾ ക്രിസ്മസിന് ഞങ്ങളുടെ റിലേറ്റീവിനെ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ റിലേറ്റീവിനെ സന്ദർശിക്കുക എപ്പോഴാണ്? ആ ഒരു 25th ഡിസംബർക്ക് മാത്രമാണോ? അല്ലല്ലോ, അല്ല. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഏത് സമയത്തും ആളുകൾ അവരുടെ റിലേറ്റീവിന് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സീസൺ എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസിൻ്റെ സീസൺ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ആ ഒരു ഡ്യൂറേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇനി രണ്ടാമതാണ് എന്ത്? മെനി ഫാമിലീസ് ഡെക്കറേറ്റ് ദെയർ ഹോംസ് ബ്യൂട്ടിഫുള്ളി അറ്റ് ക്രിസ്മസ്. ക്രിസ്മസിന് ഒരുപാട് ആളുകൾ അവരുടെ വീടുകൾ അലങ്കരിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആളുകൾ 25th ഡിസംബർ ആ ഒരൊറ്റ ദിവസം മാത്രമാണോ വീടുകൾ അലങ്കരിക്കുന്നത്? അല്ലല്ലോ, അല്ല. ആ ഒരു ക്രിസ്മസിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ആളുകൾ അവരുടെ വീടുകൾ അലങ്കരിച്ച് മെയിൻറ്റെയിൻ ചെയ്തു പോകും, അല്ലേ? അപ്പോൾ നമ്മൾ സീസണിനെ കുറിച്ച് പറയുമ്പോൾ, കംപ്ലീറ്റ് സീസണിനെ കുറിച്ച് പറയുമ്പോൾ എന്താ ഉപയോഗിക്കേണ്ടത്? എറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത് നോക്കാം. മൂന്നാമതാണ് സ്പെൻഡിങ് ടൈം ടുഗെദർ ആസ് എ ഫാമിലി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അറ്റ് ക്രിസ്മസ്. ക്രിസ്മസിന് ഫാമിലിയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, അല്ലേ? ക്രിസ്മസിന് അല്ലാതെ ആ ഒരു 25th ഡിസംബർ ഒരു ദിവസം മാത്രമാണോ ആളുകൾ അവരുടെ ഫാമിലിയുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നത്? അല്ല, എല്ലാ ദിവസവും, അല്ലേ? സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ആളുകൾ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇനി അടുത്താണ് ഓൺ ക്രിസ്മസ്. ഓൺ ക്രിസ്മസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ടോക്കിംഗ് അബൌട്ട് സ്പെസിഫിക് ഡേ എന്ന് വെച്ചാൽ 25th ഡിസംബറിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഓൺ ഉപയോഗിക്കേണ്ടത്. പൊതുവേ നമ്മൾ ഓൺ ഇപ്പോൾ ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മൺഡേ, സൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഡേയുടെ മുന്നിലാണ് പൊതുവെ ഡേയുടെ മുന്നിലാണ് നമ്മൾ പൊതുവെ എന്ത് ഉപയോഗിക്കാറുള്ളത്? ഓൺ ഉപയോഗിക്കാറുണ്ട്. ഓൺ സൺഡേ, ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ ചിൽഡ്രൻസ് ഡേ, ഓൺ ടീച്ചേഴ്സ് ഡേ, ഇതുപോലെ ഓൺ ഡേൻ്റെ മുന്നേ. അപ്പോൾ അതുകൊണ്ട് സ്പെസിഫിക് ഡേനെ കാണിക്കാൻ വേണ്ടിയിട്ട് 25th ഡിസംബറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺ യൂസ് ചെയ്യാറുണ്ട് എന്നല്ല, ഓൺ ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഉദാഹരണം നോക്കാം. ദ ചർച്ച് ഹോൾഡ്സ് എ സ്പെഷ്യൽ സർവീസ് ഓൺ ക്രിസ്മസ്. ഇവിടെ ക്രിസ്മസ് എന്ന് ഉദ്ദേശിച്ചത് ക്രിസ്മസ് ഡേ ആണ്. ഇവിടെ ഡേ എന്ന് പറയുന്നൊരു വേർഡ് ഇത് ഹിഡൻ ആണ്, മറിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ചർച്ച്, അല്ലേ, ഓൺ 25th ഡിസംബർ ഈ ഒരു സമയത്ത്, ഈ ഒരു ദിവസം ചർച്ചിലൊരു സ്പെഷ്യൽ സർവീസ് ഉണ്ട്. ക്ലിയർ? അതുകൊണ്ടാണ് ഇവിടെ ഓൺ ഉപയോഗിച്ചത്. ഓക്കെ, ഓൺ ഉപയോഗിച്ചത്. ഇവിടെ എന്താണ്? ഡേ. ഇവിടെ ഓൺ ഡേ എന്ന് പറയുന്ന കോമൺ നൗണിന് വേണ്ടി ഉപയോഗിച്ചാണ്. എന്താണ്? ഓൺ ആർക്ക് വേണ്ടി ഉപയോഗിച്ചാണ്? ഡേക്ക് വേണ്ടി ഉപയോഗിച്ചാണ്, അല്ലാതെ ക്രിസ്മസിനല്ല. ഇനി ഇവിടെ നോക്കാം. നമ്മൾ കേൾക്കാറുണ്ടല്ലോ യമുന, അല്ലേ? ദ യമുന, ദ ഗംഗ. യമുന എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗണിന്റെ മുന്നേ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. ഗംഗ എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗണിന്റെ മുന്നേ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. ഇവിടെ ദ യമുനക്ക് വേണ്ടിയല്ല, ഇവിടെ ദ ഗംഗയ്ക്ക് വേണ്ടിയല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ്? ഇവിടെ ഒരു ഹിഡൻ വേർഡ് ഉണ്ട്, ഒരു മറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് ഉണ്ട്. അതാണ് റിവർ. എന്താണ്? റിവർ. ദ യമുന റിവർ. റിവർ എന്താണ്? റിവറിന് ഒരു കോമൺ നൗൺ ആണ്. കോമൺ നൗണിന്റെ മുന്നേ ആർട്ടിക്കിൾ ചേർക്കണം എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ദ യമുനക്ക് വേണ്ടിയല്ല, ആർക്ക് വേണ്ടിയാണ്? റിവർക്ക് വേണ്ടിയാണ്. ദ യമുന റിവർ, ദ റിവർക്ക് വേണ്ടിയാണ്. അതുപോലെ ദ ഗംഗ റിവർ, ദ ഗംഗയ്ക്ക് വേണ്ടിയല്ല, റിവറിന് വേണ്ടിയാണ്. അതുപോലെ ഇവിടെ ഓൺ യൂസ് ചെയ്തിരിക്കുന്നത് ക്രിസ്മസിന് വേണ്ടിയല്ല, ഡേക്ക് വേണ്ടിയാണ്. ക്രിസ്മസ് ഡേ ആ ഒരു 25th ഡിസംബർ ആ ഒരു 1 ഡേ ഡേക്ക് വേണ്ടിയാണ്. ക്ലിയർ? അതുപോലെ വി ഓൾവേസ് എക്സ്ചേഞ്ച് ഗിഫ്റ്റ് ഓൺ ക്രിസ്മസ്. ഞങ്ങൾ എപ്പോഴും ക്രിസ്മസിന്
എന്ന് വെച്ചാൽ ഓൺ ദാറ്റ് ഡേ, ഓൺ 25th December, ആ ഒരു ദിവസം ഞങ്ങൾ ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെയും എന്താണ്, ഡേ ഉണ്ട്, ഓൺ ഡേ, ഓൺ ക്രിസ്മസ് ഡേ, ഓൺ ക്രിസ്മസ് ഡേ. ഇനി അടുത്താണ് they prepare a big feast on Christmas day every year. എല്ലാ വർഷവും ഓൺ ക്രിസ്മസ് ഡേ, ഓൺ 25th December അവർ എന്ത് ചെയ്യാറുണ്ട്, അവർ ഒരു പ്രത്യേക ഫുഡ് പ്രിപ്പയർ ചെയ്യാറുണ്ട് എന്നാണ്, ഭക്ഷണം അവർ പ്രിപ്പയർ ചെയ്യാറുണ്ട് എന്നർത്ഥം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഈ ഒരു ഡേ ഉണ്ട് കേട്ടോ, ഈ ഒരു ഓൺ ക്രിസ്മസ് അതുപോലെ അറ്റ് ക്രിസ്മസ്, ഇതിൻ്റെ വ്യത്യാസം എല്ലാവർക്കും നന്നായി മനസ്സിലായി വിചാരിക്കുന്നു. സോ ഐ എം വിഷിംഗ് യു എ നൈസ് ഡേ. താങ്ക് യു എവരിവൺ.